മൈസണിലേക്ക് പോകാം. മൈസൺ, ഈ മഹാരാഷ്ട്രയേക്കാൾ കൂടുതൽ പക്ഷേ ജാർഖണ്ഡിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ അത് വലിയൊരു പ്രതീക്ഷ തരികയും അത് കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. എന്താണ് സൂചിപ്പിക്കുന്നത്? ഇരട്ടിയോളം ആവുകയാണ് സൂചനകൾ അനുസരിച്ചാണെങ്കിൽ എക്സിറ്റ് പോളിന്റെ. തീർച്ചയായും വീണ, നമുക്കിപ്പോൾ ലഭിച്ച വിവരങ്ങളനുസരിച്ച് 81 സീറ്റുകളുള്ള ജാർഖണ്ഡിൽ 40 മുതൽ 44 സീറ്റ് വരെ BJP നേടുമെന്നാണ് എക്സിറ്റ് പോളുകളെല്ലാം തന്നെ പ്രവചിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു പ്രവചനം, അല്ലെങ്കിൽ അത് പൊതുവെ അത്ര 40 മുതൽ 44, 46 ഒക്കെ പ്രവചിച്ച ചില എക്സിറ്റ് പോൾ സർവേകളുമുണ്ട്. അത് തന്നെയാണ് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ജാർഖണ്ഡിലെ വിഷയം. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ നിരവധിയായ വിഷയങ്ങൾ ജാർഖണ്ഡിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മതപരിവർത്തനത്തിൻ്റെ വിഷയങ്ങളുണ്ട്, അതുപോലെ തന്നെ അഴിമതി, കെടുകാര്യസ്ഥത, വിലക്കയറ്റം, അത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ അവിടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന നിരവധി ഘടകങ്ങൾ ഉണ്ടാവുകയും അത് ശക്തമായൊരു ഭരണവിരുദ്ധ വികാരമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം ഈ മാവോയിസ്റ്റ് ഭീഷണിയാണ്. മാവോയിസ്റ്റ് ഭീഷണി വളരെ ശക്തമായി നേരിടുന്നൊരു സംസ്ഥാനം കൂടിയാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കാരണം തന്നെ ഇത്തരത്തിലുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നതിനാണ്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ പറയുന്നൊരു സാഹചര്യം. അത്തരത്തിൽ ഗുരുതരമായൊരു മാവോയിസ്റ്റ് സാന്നിധ്യം ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ഈ ഒരു യാഥാർത്ഥ്യത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു ജീവിത സാഹചര്യം തന്നെയാണ്. ആ ജീവിത സാഹചര്യത്തെ കൃത്യമായി BJP അഭിസംബോധന ചെയ്തു എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നൊരു ഘടകം. അത് അമിത്ഷാ തന്നെ നേരിട്ട പലയിടങ്ങളിലും പ്രചരണ വേദിയിൽ കൃത്യമായി പറയുന്നത് ഈ വർഷം അവസാനം, അതായത് 2025 മാർച്ചോടുകൂടി പൂർണ്ണമായും ജാർഖണ്ഡിലെ ഈ മാവോയിസ്റ്റ് ഭീഷണി ഇല്ലാതാക്കാനും 2026 മാർച്ചിൽ മാവോയിസ്റ്റ് ഭീഷണി എന്ന ഒരു ചുവപ്പ് ഭീഷണിയെ പൂർണ്ണമായും ഈ രാജ്യത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ളൊരു നീക്കവും നടത്തുമെന്ന ഒരു നിലപാട് അദ്ദേഹം അറിയിക്കുന്നു. ആ നിലപാട് അറിയിക്കുന്നത് വളരെ കൃത്യമായൊരു രാഷ്ട്രീയ സന്ദേശം തന്നെയായിരുന്നു. സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാനുള്ള, അവകാശങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പരിസ്ഥിതി ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ആ വാഗ്ദാനത്തിലുള്ളത്. അത്തരത്തിലുള്ള സ്വൈരജീവിതം ഉറപ്പാക്കുന്ന നിരവധി നീക്കങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ അമിത്ഷായുടെ ഭാഗത്തുനിന്നും കാറ്റഗറിക്കലി ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് വളരെ കൃത്യമായി അവിടെ ജനങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് 40 മുതൽ 44 സീറ്റ് വരെ, അല്ലെങ്കിൽ അതിനേക്കാളേറെ ചില എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് മഹാരാഷ്ട്രയിലെ കാര്യമെടുത്താലും. മഹാരാഷ്ട്രയിലും ഇതുപോലുള്ള സമാനമായ വിഷയങ്ങൾ നിരവധിയുണ്ട്. അവിടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, നമുക്കറിയാവുന്നതാണ്, ബാൽ താക്കറെയുടെ കാലം തൊട്ട് തന്നെ ഈ മണ്ണിൻ്റെ മക്കൾ വാദം വളരെ ശക്തമായി നിലനിന്നിരുന്നൊരു പ്രദേശമായിരുന്നു അത്. ജയ് മഹാരാഷ്ട്ര എന്നൊക്കെ വളരെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്ന, അല്ലെങ്കിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്ന ഒരു രീതി പോലും ആ നാട്ടിലുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യത്തോടൊപ്പം നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആ ജനതയുടെ ആ വികാരത്തോടൊപ്പം നിൽക്കുന്നൊരു നിലപാടായിരുന്നു ബാൽ താക്കറെ സ്വീകരിച്ചതെങ്കിൽ ബാൽ താക്കറെയുടെ മകൻ അതിൽ നിന്ന് നേരെ വിപരീതമായൊരു നിലപാട് സ്വീകരിച്ചു. യഥാർത്ഥ ശിവസേന തങ്ങളോടൊപ്പമാണ് എന്ന് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും കൃത്യമായി മഹാരാഷ്ട്രയിൽ നടത്തിയ ഒരു പ്രചരണം കൃത്യമായും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് ഹിന്ദുത്വ അജണ്ട, എന്താണ് ഹിന്ദുത്വം എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് അത്, ആശയം എന്താണ് എന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഇത്രയും വലിയൊരു നേട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു വിജയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുമെന്ന് നിരീക്ഷിക്കപ്പെടാനുള്ള ഒരു കാരണമായി കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇന്നലെ ആദ്യമായി പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ റിസൾട്ടുകൾ, അത് റിപ്പബ്ലിക് TVയുടെ PMARQ സർവേയിൽ 137 മുതൽ 187 288 അംഗ സഭയിലേക്ക് 187 സീറ്റിലേക്ക് വരെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാവുന്നതാണ്. വളരെ കൃത്യമായ ഒരു മുന്നേറ്റം നടത്തുന്നു എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായ മറ്റ് എക്സിറ്റ് പോളുകൾ പറയുന്നത് 126 മുതൽ 147 സീറ്റ് നേടുമെന്ന് പറയുന്നതുണ്ട്. ടുഡേസ് ചാണക്യാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടും, കുറേ കൂടി കൃത്യതയോടെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ ഇല്ലാതെ കൃത്യതയോടെ പറയുന്നത് 142 മുതൽ 150 സീറ്റ് വരെ നേടുമെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിൽ 175 മുതൽ 195 സീറ്റ് വരെ നേടി വിജയിക്കുമെന്ന് മാട്രിക്സ് സർവേ പറയുന്നുണ്ട്. അത്തരത്തിൽ നിരവധി സർവേകൾ കൃത്യമായി മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ മാറ്റം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സ്വാധീനമുറപ്പിക്കൽ നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു പ്രധാന വിഷയം നമുക്കറിയാവുന്നതാണ്, RSSൻ്റെ 100ാം വാർഷികം വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ RSSൻ്റെ ആസ്ഥാനം കൂടിയായ നാഗ്പൂർ ഉൾപ്പെടുന്നൊരു പ്രദേശമായതിനാൽ തന്നെ അഭിമാന പോരാട്ടം BJPക്ക് മാത്രമല്ല RSS എന്ന് പറയുന്ന ആ ഒരു വലിയ സംഘടനയ്ക്ക് കൂടിയാണ് എന്നതും ഒരു വസ്തുത തന്നെയാണ്.